ഹായ്, ഞാൻ ഡോക്ടർ നീതു, SN ആയുർവേദ വിമൻസ് ഹോസ്പിറ്റൽ കുറുപ്പമ്പടി. നമ്മളിവിടെ ഏറ്റവും കൂടുതൽ ട്രീറ്റ് ചെയ്ത് വരുന്ന അസുഖം നടുവേദനയാണ്. അപ്പോൾ നടുവേദനയെക്കുറിച്ച് പല ആളുകൾക്കും ഉള്ളൊരു ധാരണ നടുവേദന ഒരിക്കൽ വന്നാൽ പിന്നെ മാറുകയില്ല എന്നുള്ളതാണ്. ആദ്യമേ ഞാൻ ആ ധാരണ തിരുത്തട്ടെ. കൃത്യമായ രീതിയിലാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് പോകുന്നതെങ്കിൽ നടുവേദന മാറും. കുറച്ച് ലൈഫ് സ്റ്റൈൽ കറക്ഷനൊക്കെ ഇതിന് ആവശ്യമായിട്ട് വരും. അതായത് കറക്റ്റായിട്ട് ഭക്ഷണം കഴിക്കുക, കറക്റ്റായിട്ട് ഉറങ്ങുക എന്നുള്ളത്. ഇതൊക്കെ എത്ര പേര് കറക്റ്റ് ചെയ്യും എന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ആദ്യം ചിലപ്പോൾ അവർ വരുന്നത് തീരെ നടക്കാനായി ആവുന്നില്ലാത്ത അവസ്ഥയിലായിരിക്കും. ആ സമയത്ത് കൂടുതലായിട്ടും നീർക്കെട്ടായിരിക്കാം അവർക്ക് കൂടുതൽ. അപ്പോൾ അത് കുറയ്ക്കാനുള്ളതാണ് മേ ബി ഒരാഴ്ചയോടത്തോളമുള്ള ട്രീറ്റ്മെൻറ്റ്. പിന്നീട് നീർക്കെട്ടെല്ലാം പോയി അവർക്ക് വേദന ശരിക്കും കുറഞ്ഞതിന് ശേഷം ബോഡീനെ ഒന്ന് വഴക്കം വെപ്പിച്ച് എക്സസൈസുകളൊക്കെ ചെയ്യണമെങ്കിൽ ബോഡിക്ക് ഒരു ഫ്ലെക്സിബിലിറ്റി വേണം. അതൊന്ന് റെഡിയാക്കി എടുക്കാനുള്ള ട്രീറ്റ്മെൻറ്റുകളാണ് പിന്നീട്. അതിനുശേഷം നമ്മൾ സ്ട്രെങ്തനിങ് എക്സസൈസസ് ശീലിപ്പിക്കും. ഇത് ആദ്യമേ സ്ട്രെങ്തനിങ് നമുക്ക് ചെയ്യാൻ കഴിയില്ല. ആ പെയിൻ കുറച്ച് ബോഡിയുടെ സ്റ്റിഫ്നെസ് ഒക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കഴിയുമ്പോഴേക്കും, അതുപോലെ ഇൻഫ്ലമേറ്ററി ഡിസോർഡേഴ്സ് എല്ലാം ഉണ്ടെങ്കിൽ അതിൻ്റെ മെഡിസിൻസ് ഒക്കെ കഴിച്ച് നമ്മൾ ആ ESR ലെവൽസും CRP ലെവലൊക്കെ ആ ഇൻഫ്ലമേറ്ററി മാർക്കറൊക്കെ ഒന്ന് നോർമലൈസ് ചെയ്തതിന് ശേഷം മാത്രം സ്ട്രെങ്തനിങ് എക്സസൈസുകൾ ആരംഭിക്കും. അത് ചെയ്താൽ ഒരു 2-3 മാസത്തോളം നമ്മൾ വീട്ടിൽ ചെയ്യേണ്ടി വരും. 10 മിനിറ്റോളമേ ഉള്ളൂ. പക്ഷേ അത് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ സ്പൈൻ പെർഫെക്റ്റ്ലി ഓക്കെ ആവുന്ന അവസ്ഥയിലേക്ക് എത്തിക്കോളും. സ്ലോ ആണ് ആ ചേഞ്ച്, പക്ഷെ അത് പോസിബിൾ ആണ്.